പോകാമെന്ന് തോന്നുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാണ്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. വടക്കൻ കേരളം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. പലയിടത്തും മഴക്കെടുതിയും രൂക്ഷമാണ്. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. പാറക്കല്ലുകൾ വീണ് 2 ഫീഡറുകൾ തകർന്നു. ആളപായമില്ല. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. തിരുവമ്പാടി ആനക്കാമ്പയിൽ ജലവൈദ്യുതി പദ്ധതിയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വെള്ളപ്പാച്ചിലിന്റെ ഭീകരത അത് വ്യക്തമാക്കുന്നുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ആലുവയിലെ ശിവക്ഷേത്രം മുങ്ങി. ഈ വർഷം ആദ്യമായിട്ടാണ് ശിവക്ഷേത്രത്തിൽ വെള്ളം കയറുന്നത്. കാസർഗോഡ് കാലവർഷക്കെടുതിയിൽ 2 വീടുകൾ തകർന്നു. മൊഗ്രാൽ വില്ലേജിലെ ചളിയങ്കോടും കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ക്ലായിക്കോടുമാണ് വീടുകൾ തകർന്നത്. ആളപായമില്ല. മലയോര മേഖലകളിലും തീരദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KV ബൈജു, പ്രിൻസ് ജെയിംസ്, ആജ്ഞ രവീന്ദ്രൻ എന്നിവർ നമ്മോടൊപ്പം ചേരും. ആദ്യം ഞാൻ കാസർഗോഡേക്ക് പോവുകയാണ്. KV ബൈജുവിലേക്ക്. ബൈജു, ഈ കാസർഗോഡ് പ്രത്യേകിച്ചും മലബാറിൽ ഇന്നലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ തന്നെ 2 വീടുകൾ തകർന്നിട്ടുണ്ടല്ലോ, മൊഗ്രാലിലും ഒപ്പം ചളിയങ്കോടും. മഴ ഇപ്പോഴും തുടരുകയാണ് അവിടെ. എൽദോ, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ 24 മണിക്കൂറിലധികമായി ശക്തമായ മഴയാണ് കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പം മഴ കുറവുണ്ടെങ്കിലും മഴ ഏത് സമയത്തും ഉണ്ടാകും എന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കാലാവസ്ഥയുള്ളത്. ഏതായാലും അതിതീവ്ര മഴയാണ് ഇന്നും പ്രവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ദുരന്ത നിവാരണ കമ്മിറ്റി കാസർഗോഡ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനം ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുക എന്നതാണ്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ഒരുക്കമാണെന്ന് ജില്ലാ കലക്ടർ ഈ യോഗത്തിൽ പറഞ്ഞു. ഏതായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്ത തീരുമാനം മലയോര മേഖലകളിലെ രാത്രി യാത്ര ഒഴിവാക്കണമെന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഒപ്പം നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വിനോദസഞ്ചാര മേഖല, അതായത് ബേക്കൽ കോട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഈ പ്രദേശങ്ങളിൽ ഇന്നും വിലക്ക് തുടരും. അതായത് റാണിപുരം, ഒപ്പം ഈ അജാനൂറിൽ കൈറ്റ് ബീച്ചുണ്ട്. കൈറ്റ് ബീച്ച്, പള്ളിക്കര ബീച്ച്, ചെമ്പേരി ബീച്ച് തുടങ്ങിയ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലകളെല്ലാം ഇന്നും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ജാഗ്രത ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏറ്റവും പ്രധാനം മലയോര മേഖലകളിലാണ്. വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ. ഈ പ്രദേശങ്ങളിൽ യാത്ര പരമാവധി ഒഴിവാക്കുക, രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കുക എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 2 വീടുകൾ തകർന്നിട്ടുണ്ട്. കനത്ത മഴയിൽ 2 വീടുകൾ തകർന്നിട്ടുണ്ട്. ചീമേനിയിലെ ക്ലായിക്കോടും ഒപ്പം മൊഗ്രാൽ പുത്തൂരിലെ ചളിയങ്കോടുമാണ് ഇത്തരത്തിൽ 2 വീടുകൾ തകർന്നത്. ഇതിൽ ഓടുമേഞ്ഞ വീടാണ് ചീമേനിയിലേത്. പൂർണ്ണമായും തകർന്ന സാഹചര്യം ഉണ്ടായി. കനത്ത മഴയിലാണ് സംഭവിച്ചത്. പക്ഷേ ആശ്വസിക്കാവുന്നത് ആളഭയമൊന്നും ഇല്ല എന്നത് തന്നെയാണ്. ഇവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ജില്ലാ ആസ്ഥാനത്തും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സമയത്തും ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. എല്ലാ വകുപ്പുകളോടും ജാഗ്രതയോടെ നിൽക്കാൻ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം കൂട്ടി പറയേണ്ടതാണ് ഈ ദക്ഷിണ കന്നഡ മേഖല, അതായത് മംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. നമുക്കറിയാം, കേരളത്തിൽ നിന്നും നിരവധി ആളുകളാണ് ഈ മംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിത്യേന യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഇന്ന് വളരെ ശ്രദ്ധിക്കുക. കാരണം അവിടെയും ശക്തമായ മഴയാണ്. ഈ പമ്പുവൽ സർക്കിൾ ദേശീയപാതയൊക്കെ ഇന്നലെ മണിക്കൂറുകളോളം ഇത്തരത്തിൽ ഗതാഗത തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വെള്ളം കയറിയ മിക്ക റോഡുകളും വെള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ് ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളത്. പ്രത്യേകിച്ച് മംഗളൂരു നഗരത്തിൽ ഉൾപ്പെടെ ഗതാഗത തടസ്സം മണിക്കൂറുകളോളമാണ് ഇന്നലെ ഇത്തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായത്. എന്തായാലും ഇന്നും ശക്തമായ മഴയുണ്ടാകും. ഈ മംഗളൂരു ഭാഗത്തേക്ക് പോകുന്നവർ ഇന്ന് വലിയ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് മംഗളൂരുവിന്റെ തീരപ്രദേശങ്ങളിലൊക്കെ നല്ല ശക്തമായ അതിതീവ്ര മഴ സാധ്യത തന്നെയാണ് പ്രവചനം ഉള്ളത്. എന്തായാലും നിലവിൽ
അനിഷ്ട സംഭവം ഈ 2 വീടുകൾ തകർന്നതല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നും അതിതീവ്ര മഴ സാധ്യത തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് ഇന്നും അതീവ ജാഗ്രത ഉണ്ടാകണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. അനാവശ്യ യാത്രകൾ ഈ മലയോര മേഖലകളിലേക്ക് പൂർണ്ണമായി ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒപ്പം ശക്തമായ കാറ്റ്, ഇന്നലെ ശക്തമായ കാറ്റായിരുന്നു. ഈ കണ്ണൂരും കാസർഗോഡും മിക്കയിടങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിട്ട് ദിവസങ്ങളായി. ഇന്നലെ മുതൽ വൈദ്യുതി നിലച്ചതാണ്. പല മേഖലകളിലും ഇതുവരെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടുള്ള പോസ്റ്റുകൾ, നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപൊത്തുന്ന സാഹചര്യമുണ്ടായി. മരങ്ങൾ കടപുഴകി ഈ ഇലക്ട്രിക് പോസ്റ്റിന് ഇതിൽ വീഴുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വൈദ്യുതി ബന്ധം വലിയ തോതിൽ തകരാറിലായിട്ടുണ്ട് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ. ഇന്ന് വൈകിട്ടോടുകൂടി ഇത് പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് KSEB അറിയിച്ചത്. അത്തരത്തിൽ അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ പലയിടങ്ങളിലും ഇന്ന് പുലർച്ചെ വരെ വൈദ്യുതി ഇല്ല. ഏതായാലും ഇപ്പോൾ മഴ അല്പം ഒന്ന് ശമിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ കനത്ത മഴ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നും ഉള്ളത്. ഏതായാലും ഇന്നലെ ജില്ലാ കളക്ടർ കാസർഗോഡ് ജില്ലയിൽ അതുപോലെ തന്നെ കണ്ണൂരൊക്കെ വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിരുന്നു. ഇന്ന് ഏതായാലും സ്കൂളുകൾ അവധിയാണ്. മുഹറം ആയതുകൊണ്ട് തന്നെ ഇന്ന് അവധിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളില്ല. പക്ഷേ ഇന്ന് ജാഗ്രത പുലർത്തുക, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. കാരണം അത്രത്തോളം അതിതീവ്ര മഴ സാധ്യതയാണ്. അതായത് എല്ലാ പ്രദേശങ്ങളിലും, ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ 24 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരത്തിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന ഒരു പ്രവചനമുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴ സാധ്യത തന്നെയാണ് ഇന്നും ഉള്ളത്. റൈറ്റ്. ഞാൻ KV വേജിലേക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി മടങ്ങിയെത്തേണ്ടത്. ഞാൻ മടങ്ങിയെത്താൻ മുമ്പ് ഈ മഴയുടെ വിശദാംശങ്ങൾ നൽകാൻ പ്രിൻസ് ജെയിംസ് ഇടുക്കിയിൽ ചേർന്നൊരു പ്രിൻസ്, ഈ മൂന്നാർ ഗ്യാപ് റോഡിലൊക്കെ മരം വീണ് വലിയ തോതിൽ ഗതാഗത തടസ്സമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാത്രമല്ല, എങ്ങനെയാണ് ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? ഇങ്ങനെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ജനങ്ങൾക്ക് മാറി താമസിക്കുക, അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെ? കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴയാണ് ഇടുക്കിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ അതിശക്തമായ മഴ പകൽ സമയങ്ങളൊക്കെ പെയ്തിരുന്നു. നിലവിൽ നേരിയ തോതിൽ കുറവുണ്ട്. എങ്കിൽ പോലും ഇടവിട്ട് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടാവുകയും ഒക്കെ മരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അടിമാലിയിൽ 2 ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. കൊയ്ക്കക്കുടിയിലും ഒപ്പം ദേശീയപാതയോരത്ത് മണ്ണിടിച്ചിലുണ്ടായി. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം കട്ടപ്പുറ ചെറുതോടി പാതയിൽ കാഞ്ചാലിന് സമീപം റോഡിലേക്ക് മണ്ണിടിയുന്ന ഒരു സാഹചര്യം. മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുക്കിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബസ്സുകളൊക്കെ തള്ളി നീക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ കാഞ്ചാലിലുണ്ടായത്. അതോടൊപ്പം തന്നെ ഡബിൾ കട്ടിക്ക് സമീപം പാറക്കല്ലുകൾ റോഡിലേക്ക് വീണ അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലോവർ പെരിയാർ ക്യാമ്പിലേക്ക് ലോവർ പെരിയാർ പവർ സ്റ്റേഷനിലേക്ക് മണ്ണിടിച്ചിലുണ്ടാകുകയും ഇവിടുത്തെ ഫീഡറുകൾക്ക് 2 ഫീഡറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസങ്ങളായി ഇവിടെ ഏകദേശം 1.5 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ മഴയ്ക്ക് നേരി ശമനമുണ്ടെങ്കിൽ പോലും അതിശക്തമായ മഴ ഇന്നും പെയ്യുമെന്നൊരു സാഹചര്യം ഉണ്ടായതിനാൽ മണ്ണിടിച്ചിൽ ഭീതി ജില്ലയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രികാല യാത്രാ നിരോധനം ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളുണ്ട്. ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ലെങ്കിൽ പോലും ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങും. കാരണം പ്രത്യേകിച്ചും മണ്ണിടിച്ചിൽ, പല മേഖലയിൽ മണ്ണിടിച്ചിൽ, ചെറിയ തോതിലൊക്കെ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നു. തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രാ നിരോധനമൊക്കെ വീണ്ടും തുടരുന്ന അവസ്ഥയുണ്ടാകും. ഇതോടൊപ്പം തന്നെ ചെറുകിട അണക്കെട്ടുകളിലൊക്കെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നതാണ്. കല്ലാർകുട്ടി, പാമ്പള തുടങ്ങിയ അണക്കെട്ടുകൾ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. കല്ലാർകുട്ടിയിലെ 4 ഷട്ടറുകളും തുറന്നാണ് ഇപ്പോൾ നിലവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കല്ലാർ ഡാമിലും വെള്ളം പരമാവധി സംരക്ഷണ എത്തിയതോടെ കല്ലാർ ഡാമും തുറക്കുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മറ്റു ചെറുകിട അണക്കെട്ടുകളിലേക്കും വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. പൊന്മുടി, ഇരട്ടയാർ, ആനയിറങ്കൽ തുടങ്ങിയ ചെറുകിട അണക്കെട്ടുകളിലേക്ക് എല്ലാം വെള്ളം വലിയ തോതിൽ ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെറുകിട ഡാമുകൾ അവർ മണിക്കൂറുകളിലൊക്കെ തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് കരുതപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കി, മുല്ലപ്പെരിയാർ തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലെയും നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതിലൊക്കെ ഇപ്പോൾ നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ പോലും കാര്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജലാശയങ്ങളിലേക്ക് ഇറങ്ങുക, വെള്ളച്ചാട്ടങ്ങളിലേക്ക് സമീപത്തേക്കുള്ള വിനോദസഞ്ചാരങ്ങളുമൊക്കെ
നിലവിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കത്തരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾക്ക് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു സാധ്യത ഉള്ളത് കൊണ്ടുകൂടിയാണ് അത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മണ്ണിടിച്ചിൽ സാധ്യത ജില്ലയിൽ നിലനിൽക്കുന്നു. വിവിധ റോഡുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും റോഡിലേക്ക് മരം ഒടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നൊരു ആവശ്യവും ജില്ലാ ഭരണകൂടം മുൻപോട്ട് വയ്ക്കുന്നു. എൽദോ, റൈറ്റ്. ഇതിനിടെ കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിലും ശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിലുണ്ടായി. പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണത്. അതിശക്തമായിട്ടുള്ള ഒഴുക്കാണ് നമ്മൾ കാണുന്നത്. മുക്കത്ത് ആസാദ് അതിന് വിവരങ്ങൾ പങ്കുവയ്ക്കും. ആസാദ്, ഈ ദൃശ്യങ്ങളിൽ ആ വെള്ളപ്പാച്ചിലിന്റെ തീവ്രത അത് വ്യക്തമാകുന്നുണ്ട്. കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്തോ ഈ മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോട് കൂടി ഉണ്ടായ മലവെള്ളപ്പാച്ചിലിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മലയാളത്തിൽ ഇപ്പോഴും മൂടിക്കെട്ടിയ അവസ്ഥയാണ്. മഴ ശക്തമായിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് പുഴ കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൂടരഞ്ഞി കക്കാടംപൊയിൽ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ മണ്ണ് നീക്കി ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലുള്ളത്. ഇപ്പോൾ മഴ ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോഴും അറിയാൻ കഴിയുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും തീരത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പുലർത്താൻ ഫയർഫോഴ്സും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റൈറ്റ്. എന്നാലും അവിടെ മലവെള്ളപ്പാച്ചിലുണ്ടായത് ഇന്നലെ രാത്രിയാണ്. രാത്രിയുണ്ടായ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാത്രി 7 കൂടിയാണ് ഇത്ര ശക്തമായിട്ട് മലവെള്ളപ്പാച്ചിലുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. എന്നാലും കാര്യമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. മുക്കത്തും നിന്ന് ആസാദാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലും ഇനി പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പത്തനംതിട്ട പന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും ആണ് നാശനഷ്ടം ഉണ്ടായത്. പന്തളം യക്ഷിവിളക്കാവിന് സമീപം കാറ്റിൽ 10-ലധികം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നിരവധി മരങ്ങളും വീണു. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു. ഇതേ തുടർന്ന് അരയാഞ്ഞിലി ക്രോസ്വേയിൽ വെള്ളം കയറി. പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യവുമുണ്ട്. ശശിനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശശി, ഇന്നലെ തന്നെ ശശി റിപ്പോർട്ട് ചെയ്തതാണ് ഈ അരയാഞ്ഞിലി ക്രോസ്വേയിൽ വെള്ളം കയറിയതും നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യവുമൊക്കെ. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം? ഇന്നലെ 4 മണിക്ക് പെയ്ത കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായും പന്തളം ഭാഗങ്ങളിലാണ് വീശിയടിച്ച കാറ്റിലും അതുപോലെ തന്നെ മഴയിലും 10ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപതിക്കുകയും നിരവധി മരങ്ങൾ കടപുഴി വീഴുകയും ചെയ്തു. റോഡുകളിലെ ഗതാഗതം തടസ്സപ്പെട്ടു. 2 വീടുകൾക്ക് പന്തളത്ത് ഭാഗ്യമായി കേടുപാടുകൾ സംഭവിച്ചു. ഇലക്ട്രിക് ബന്ധം, അതായത് വൈദ്യുതി ബന്ധം ഈ പ്രദേശങ്ങളിൽ ഭാഗ്യമായി തടസ്സപ്പെട്ട നിലയിലാണ്. ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഈ നേരം വിളക്ക് ഇപ്പോൾ പുലർച്ചെ വരെയും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു ദുരിതം ഈ പ്രദേശവാസികൾ, ഇവിടുത്തെ പന്തളം, മുട്ടാർ മേഖല, അടൂർ, അതുപോലെ തന്നെ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ തീരത്തോട് തുടങ്ങിയ മേഖലകളിലെല്ലാം ഇത്തരം ഒരു മഴയുടെ ഭാഗങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം മരങ്ങൾ ഒടിഞ്ഞുകയും അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ പ്രദേശവാസികൾ അനുഭവിക്കുന്നുണ്ട്. അടൂര് ഫയർഫോഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് അടൂരിലേക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും മരങ്ങൾ റോഡിലേക്ക് കടപുഴകിയ വീണ മരങ്ങൾ മുറിച്ചു മാറ്റുകയും പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ പന്തളത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ. ഇന്നലെ 4 മണിക്കുണ്ടായ വീശിയടിച്ച ചുഴലിക്കാറ്റിലോടുകൂടി ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപതിച്ചതോടുകൂടി ഈ പ്രദേശത്തേക്കുള്ള നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ളത്. വലിയ മരങ്ങൾ കടപുഴകി വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും യക്ഷിവിളക്കാവ്, പന്തളം യക്ഷിവിളക്കാവിലെ 2 വീടുകൾക്കാണ് നാശനഷ്ടമുള്ളത്. വലിയ ഈട്ടിമരം കടപുഴകി വീണ് ഈ വീടുകൾ 2ഉം ഭാഗ്യമായി തകർന്ന സ്ഥിതിയിലാണ്. അതുപോലെ തന്നെ റാന്നി അരയാഞ്ഞിലിമനിൽ വലിയ ശക്തമായ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നുകൂടി റാന്നി അരയാഞ്ഞിലിമനിൽ കോസ്റ്റയിൽ വെള്ളം കയറിയ അവസ്ഥയുണ്ട്. കാരണം ഇവിടെ 250ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ ഇന്നലെ വൈകിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷെ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഏതായാലും തീവ്രമായ ഒരു മഴ ലഭിക്കുന്ന സാഹചര്യമാണെങ്കിൽ സ്വാഭാവികം വീണ്ടും സമാനമായ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതേസമയം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ജാഗ്രത നിർദ്ദേശം മറ്റു കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല.
നിലവിലത്തെ സാഹചര്യത്തിൽ മണ്ണിടിച്ചിലോ അതുപോലെ തന്നെ ഉരുൾപൊട്ടലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വീശിയടിച്ച കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടങ്ങൾ ജില്ലയുടെ പല ഭാഗത്തും അടൂര്, ഏനാത്ത്, പന്തളം, മുട്ടാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇന്നലെ ഉണ്ടായ നാശനഷ്ടം ഉണ്ടായത്. ഈ റാന്നി മേഖലകളിലും കാറ്റ് വീണ് മരങ്ങൾ മലയോര മേഖലക്കുള്ള റോഡിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ പോകുന്ന പലരും വഴിയിൽ അകപ്പെട്ട ഒരു സാഹചര്യം കൂടി ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ട് 4 മണിക്ക് പെയ്ത മഴ പുലർച്ചെ വരെ തുടർച്ചയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനമുണ്ട്. എന്തോ ശരി. അപ്പോൾ പത്തനംതിട്ടയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ പറയുന്നത്. എന്നാൽ പന്തളത്തൊക്കെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ അരാഞ്ഞിലിയിൽ വെള്ളം കയറി കുറേ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ കാര്യമായിട്ട് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പലയിടത്തും വെള്ളപ്പൊക്കം രൂക്ഷമാണ്, വെള്ളക്കെട്ടുകളുണ്ട്. ഇങ്ങനത്തെ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. മഴ തുടരുകയാണ് സംസ്ഥാനത്തുടനീളം. മലപ്പുറം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ ഈ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അപ്പോൾ ഇന്ന് മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. എന്നാലും ഇന്ന് സ്കൂളുകൾക്ക് അവധി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമില്ല. ഇനി ഇടുക്കിയിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം ജില്ലാ ആസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. മുന്നൊരുക്കത്തിന് അധികൃതർക്ക് നിർദ്ദേശം നൽകിയെന്നും കളക്ടർ പറഞ്ഞു. ഈ ചക്രവാക ചുഴിയുടെ ഫലമായിട്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതാണ്. അടുത്ത 5 ദിവസങ്ങളിൽ തീവ്രവും ശക്തവുമായ മഴ ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ഇതിന് മുന്നോടിയായിട്ട് എല്ലാ വകുപ്പുകളുടെയും യോഗങ്ങൾ ചേരുകയും എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായ രീതിയിൽ നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ റെഡ് അലേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകൾക്കും ഉള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസർമാരും അതാത് സ്റ്റേഷനിൽ തന്നെ ക്യാമ്പ് ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ കൺട്രോൾ റൂം ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പൈനാവ് കേന്ദ്രമാക്കി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ യാത്ര ചെയ്യുന്നവർ എത്രയും സൂക്ഷിച്ച് തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ ഒരു നിയന്ത്രണം ോടുകൂടി വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങൾ, അതുപോലെ മലയോര പ്രദേശങ്ങൾ, ഇതിലൊക്കെ ഉള്ള ഒരു നിയന്ത്രണവും ശ്രദ്ധയും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് നമ്മുടെ കളക്ടർ. പ്രത്യേകിച്ചും ഇടുക്കിയിൽ അവിടെ രാത്രി യാത്ര അത് നിരോധിച്ചിരുന്നു ഇന്നലെ. പക്ഷേ വളരെ കെയർഫുള്ളായി തന്നെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് കളക്ടർ അറിയിക്കുന്നത്. മറ്റൊരു